ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിറ്റി ടോക്സ്. അമ്മയുടെ അസുഖം കുറയാനുള്ള പൂജയാണെന്ന് വിശ്വസിപ്പിച്ച് 17-13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ച മന്ത്രവാദി ശരത് ബാബു കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടിയിലായത്. അമ്മയുടെ ദോഷം മാറണമെങ്കിൽ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ശരത് ബാബു പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അമ്മയും പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ മുതലെടുത്താണ് ശരത് ബാബു ഈ ക്രൂരതകൾ ചെയ്തത്. സ്വന്തം പെൺകുട്ടികളെ മന്ത്രവാദി ബലാത്സംഗം ചെയ്താൽ തങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയുമെന്നും ധനാഭിവൃദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിച്ച അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് ശരത് ബാബു കുട്ടികളെ പീഡിപ്പിച്ചിരുന്നത്. വർഷങ്ങളായി തുടർന്ന പീഡനം സഹിക്കവയ്യാതായതോടെ പെൺകുട്ടികൾ ഈ കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെയും അന്ധവിശ്വാസം വളർത്തി മറ്റുള്ളവരിൽ നിന്ന് പണം തട്ടുന്നവരുടെയും കഥകൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ എപ്പോ യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും അമല പോളിന്റെ ഒരു പരസ്യം വരും. ആസ്ട്രോടാക്കിന്റെ ആഡാണ്. അതിലെ സ്ക്രിപ്റ്റഡ് ഡയലോഗിൽ അമല പറയുന്നത്, ആസ്ട്രോടാക്കിന്റെ ആപ്പില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ നമ്മുടെ പാർട്ട്ണറിന്റെ സകല ഡീറ്റെയിൽസും കിട്ടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം പരീക്ഷിക്കേണ്ടിയിരുന്നത് അമല തന്നെയായിരുന്നു. കാരണം 2014 സംവിധായകൻ AL വിജയനെ വിവാഹം കഴിച്ച അമല 2017 അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതോ ഒരു പഞ്ചാബിയോ ബംഗാളിയോ ആയ ഏതോ ഒരു സിംഗറുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങള്. വാഹനത്തിന്റെ ടാക്സ് വെട്ടിച്ച കേസ് നിന്ന് തുടങ്ങി കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങൾ പോലും അമല പോളിന് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ ആസ്ട്രോടോക്കിലെ ജ്യോതിഷികൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അമല പോള് ആദ്യം അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണമായിരുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യമായ വിവാഹം പോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആസ്ട്രോളജിയിൽ ഒരുപാട് വിശ്വാസമുള്ള മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്യുന്ന അമല സ്വന്തം കാര്യം വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആസ്ട്രോളജിസ്റ്റിന്റെ അടുത്തൊന്നും പോവാഞ്ഞത്? ഒരുപക്ഷെ അമലയ്ക്ക് തിരക്കായിരിക്കും. ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ചിലപ്പോൾ ആസ്ട്രോളജിസ്റ്റിന്റെ അടുത്ത് പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് പക്ഷെ ആ അമലയ്ക്ക് സിനിമകളൊന്നുമില്ല, അത്യാവശ്യം സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആസ്ട്രോളജി പറഞ്ഞിട്ട് കുറച്ച് ചിക്കിലി ഉണ്ടാക്കാം. വാങ്ങിയ പൈസക്ക് ആസ്ട്രോടോക്കുകാര് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അമല പോൾ എന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ ഛർദ്ദിച്ചു വെച്ചിട്ടുണ്ട്. നടി മമത മോഹൻദാസും ഈ ആസ്ട്രോടോക്കിന്റെ ആപ്പ് പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ വിവാഹം പൊളിഞ്ഞ കാര്യത്തില് മമതയും അനുഭവസ്ഥയാണ്. വർഷങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ബാല്യകാല സുഹൃത്തുമായി അധികം വൈകാതെ തന്നെ മമതയും ഡിവോഴ്സ്. സിനിമയിലെ ഒരു മുതിർന്ന നടനുമായി ഉണ്ടായിരുന്ന ബന്ധവും സിനിമാക്കാർക്കിടയിൽ പരസ്യമായ രഹസ്യമാണ്. മാരക രോഗങ്ങൾ ഉൾപ്പെടെ മറ്റു പല ബുദ്ധിമുട്ടുകളും മമതയുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ അവസ്ഥയിലൊക്കെ മമത നിയമവ്യവസ്ഥയെയും ഡോക്ടേഴ്സിനും ഒക്കെയാണ് ആശ്രയിച്ചത്. സ്വന്തം ലൈഫിൽ വലിയ ഗുണമൊന്നുമില്ലാത്ത ആസ്ട്രോ ആപ്പിനെ പക്ഷേ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ അമലയും മമതയും അപർണ ബാലമുരളിയും ഉൾപ്പെടുന്ന സിനിമാ നടിമാർ മടിക്കുന്നില്ല. പണം തന്നെ മുഖ്യം. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയാണ് ആസ്ട്രോ ആപ്പിന് വേണ്ടിയിട്ട് ഇവര് ഊത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ നടിമാര് മാത്രമല്ല, യൂട്യൂബേഴ്സും പണം വാങ്ങി ആസ്ട്രോ ആപ്പിന് വേണ്ടിയിട്ട് കൂലിപ്പണി ചെയ്യുന്നുണ്ട്. 1-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയില് ആക്ട്രസ് ശ്രീകുട്ടി വന്നിരുന്നു. ആ പ്രോഗ്രാമില് ശ്രീകുട്ടി അവരെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ഭൂലോക പിശുക്കിയാണെന്ന്. ആദ്യം അത് കേട്ടപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം അനാവശ്യമായി പൈസ കളയുന്ന അല്ലെങ്കിൽ പൈസയ്ക്ക് മൂല്യം കൊടുക്കാത്തവരിൽ നിന്നും വ്യത്യസ്തമായി ഈ കുട്ടി പൈസ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അതൊരു നല്ല മെസ്സേജും കൂടിയാണ്. എന്നാൽ പിന്നീട് പൈസയ്ക്ക് കണക്ക് പറയുന്ന കാര്യം കേട്ടപ്പോ ശ്രീകുട്ടിയോട് അതുവരെ ഉണ്ടായിരുന്ന ഇഷ്ടം പോയത് മാത്രമല്ല, വെറുപ്പും തോന്നിപ്പോയി. അതിന്റെ കാരണം സ്വന്തം മാതാപിതാക്കൾക്ക് എന്തേലും വാങ്ങിക്കൊടുത്താൽ ആ കാശിന് വരെ ഈ ശ്രീകുട്ടി കണക്ക് പറയൂ. എത്ര പെറ്റമ്മയ്ക്ക് 100 രൂപയുടെ മരുന്ന് വാങ്ങിക്കൊടുത്താൽ പോലും ആ പൈസ ഈ കുട്ടി തിരിച്ചു വാങ്ങുമെന്ന്. ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ പൈസ വാങ്ങിക്കില്ല എന്ന് ശ്രീകുട്ടി വലിയ കാര്യത്തിൽ പറയുമ്പോൾ അവരുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഫുഡൊന്നും അങ്ങനെ അധികം വാങ്ങി തരേണ്ടി വന്നിട്ടില്ല, ഇല്ലെങ്കിൽ അതിനും ഇവള് കണക്ക് പറഞ്ഞേനെ എന്ന്. അപ്പൊ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, വീട്ടിലെ ഹസ്ബൻഡിനോടും ഈ പൈസ കണക്ക് ചോദിക്കുമോന്ന്. ആ ചോദ്യത്തിന് ശ്രീകുട്ടി പറഞ്ഞ മറുപടിയാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. അതായത് ഭർത്താവിനോട് പൈസക്ക് കണക്ക് പറയാറില്ല, അതിനുള്ള കാരണം അവരൊരു കുടുംബമാണത്രേ. അപ്പൊ ഈ അമ്മയും അച്ഛനും ഇവർക്ക് ആരാ? വീട്ടുജോലിക്ക് വന്നവരോ? സ്വന്തം രക്ഷകർത്താക്കളെ പോലും പൈസയുടെ പേരിൽ തരം തിരിച്ച് കാണുന്നവർക്ക് പൈസയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കാനും യാതൊരു മടിയും ഉണ്ടാവില്ല. ആസ്ട്രോടാക്കിനോട് ലക്ഷങ്ങൾ വാങ്ങി ശ്രീകുട്ടിയും അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് അവർക്ക് വീട് പണിക്ക് പൈസ ഇല്ലാതിരുന്നപ്പോ അതിനൊക്കെ പരിഹാരം കണ്ടത് ഈ ആസ്ട്രോ ആപ്പിലെ ജ്യോതിഷിമാരാണത്രേ. വീട് അച്ഛനുണ്ടാക്കിയതാണെന്ന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ കള്ളത്തരങ്ങളും ഒത്തുപോവാതായതോടെ സംഭവം വിവാദമായി. പറഞ്ഞുപോയ ബഡായികള് നാട്ടുകാർക്ക് മനസ്സിലായി
മനസ്സിലായതോടെ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ വീഡിയോയിൽ പറയുന്നത് ആസ്ട്രോഡാക്ക് ആപ്പുകാരെ അവർക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നു എന്നും അതുകൊണ്ടാണ് ആസ്ട്രോ ആപ്പിനെ സപ്പോർട്ട് ചെയ്ത് അവർ വീഡിയോ ചെയ്തതെന്നാണ്. നോക്കണം, സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് അവസാനം അത് പൊളിഞ്ഞപ്പോ ന്യായീകരണമായിട്ട് വന്നേക്കുന്നത് ആസ്ട്രോ ആപ്പിന് വേണ്ടി ചെയ്ത വീഡിയോയിൽ സ്വന്തം അനുഭവം എന്ന പോലെ ഇവര് അഭിനയിച്ച് തകർക്കുകയായിരുന്നു. പക്ഷെ ഇവരുടെ ഓഡിയൻസ് ഇത് മനസ്സിലാക്കുന്നില്ല. എന്ത് പൈസ വാങ്ങിയിട്ട് തങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഇവര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാര്യം പൊളിഞ്ഞപ്പോഴാണ് ഇത് പൈസ വാങ്ങി ചെയ്തതാണെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഇതിനു മുന്നേയും ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഇവർ പറയുന്നില്ല. സ്വന്തം അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ആൾക്കാരെ വിശ്വസിപ്പിച്ച് പറയുന്ന രീതിയിലാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ തന്നെയാ തോന്നുന്നു മുന്നേ എന്താണ്ട് ആമമോതിരം എന്തോ വാങ്ങിയിട്ടിട്ട് അസുഖം ഒഴിയുന്നില്ല എന്നും പറഞ്ഞ ഓരോ വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇവര് മാത്രമല്ല, ഒട്ടുമിക്ക ബ്യൂട്ടി വ്ളോഗേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ചെയ്യുന്നത് ഈ തട്ടിപ്പ് പരിപാടിയാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്നും പറഞ്ഞ് ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു സേവനത്തിന് ഇവർ പ്രൊമോട്ട് ചെയ്ത് മണ്ടന്മാരാക്കുന്നത് ഇവരുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് തന്നെയാണ്. ശരിക്കും ഇവരൊക്കെ അർഹിക്കുന്നതിനേക്കാൾ പൈസ യൂട്യൂബ് തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും തങ്ങളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ തങ്ങളുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിനെ തന്നെയാണ് ഇവര് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്ന ഇവർക്ക് മറ്റുള്ളവരുടെ ലൈഫിലും കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പണം ഉണ്ടാവാൻ വേണ്ടി ഏതോ ഒരു അമ്മ സ്വന്തം പെൺമക്കളെ മന്ത്രവാദിക്ക് കൂട്ടിക്കൊടുത്തത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ്. അപ്പൊ ഈ സോകോൾഡ് ഇൻഫ്ലുവൻസേഴ്സും കൂടി ഈ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിച്ചാല് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.